ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അടുത്ത മാസം ഫെബ്രുവരിയിൽ വരാൻ വേണ്ടി പോകുന്ന കുറച്ചധികം ഫോൺസാണ്. ഈ മാസം ജനുവരിയിൽ അത്യാവശ്യം ഒരുപാട് ഫോൺസ് വന്നു. അതായത് മെയിൻ സീരീസ് ആയിട്ടുള്ള OnePlusൻ്റെ 13 സീരീസ് വന്നു, സാംസങ്ങിൻ്റെ S25 സീരീസ്, അങ്ങനെ ഒരുപാട് ഫോൺസ് ഈ ഒരു മാസം വന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഫോൺ വരെ ഈ ഒരു മാസം ലോഞ്ച് ചെയ്തു. അപ്പോൾ അടുത്ത മാസം അങ്ങനെ തന്നെയാണ്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല ഫോൺസ് വരുന്നുണ്ട്. മെയിനായിട്ട് 30K റേഞ്ചിലൊക്കെ ഒരുപാട് ഫോൺസ് അടുത്ത മാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഫസ്റ്റത്തെ ഒരു മോഡൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് iQOOയുടെ Neo 10R എന്ന മോഡൽ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കമ്മിങ് സൂണിൻ്റെ പോസ്റ്ററൊക്കെ തന്നെ ആമസോണിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് പോകത്തില്ല. അതിനുള്ളിൽ തന്നെ എന്തായാലും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യും. ഇത് ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത മോഡലാണ്. അപ്പം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു ബേസിക് ആയിട്ടുള്ള സ്പെക്ക് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു 144 Hz വരുന്ന ഒരു 1.5K റെസൊല്യൂഷനുള്ളൊരു AMOLED ഡിസ്പ്ലേ, Qualcomm Snapdragonൻ്റെ 8s Gen 2 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അത് ഒഫീഷ്യലി ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ട് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ 50 MBയുടെ പ്രൈമറി ക്യാമറ, 6400 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. അപ്പോൾ ഒരു 30K റേഞ്ചിൻ്റെ അകത്ത് വരുന്ന ഒരു മോഡലാണ്. iQOOയുടെ ഫോൺസ് അറിയാമല്ലോ, എന്ന് ഇറക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ആയിരിക്കും. അതവിടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലാണ്. ഇത് മാത്രമല്ല, iQOOയുടെ Neo 10 Pro എന്ന മോഡലും വരുന്നുണ്ട്. ഇപ്പോൾ ജാനുവരിയിൽ വരുന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ജനുവരി വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഫെബ്രുവരിയിലും ഈ ഒരു ഫോൺ വരുന്നതായിരിക്കും. Neo 9 Pro അറിയാമല്ലോ, ക്യാമറയിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായിരുന്നു, ഒരു 40,000 രൂപ റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പുതിയ മോഡലാണ്. ഓൾറെഡി ഇത് കഴിഞ്ഞ ഡിസംബറോ ആ ഒരു സമയത്ത് തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ 144 Hz വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, 50 MB ക്യാമറ, Qualcomm Snapdragon 8 Gen 3 ചിപ്സെറ്റ് വരുന്നുണ്ട്, 6100 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ മാറ്റങ്ങൾ വന്നേക്കാം. എന്നാലും ഡിസൈൻ വൈസ് ആണെങ്കിലോ ഓൾമോസ്റ്റ് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി. ഓൾമോസ്റ്റ് ഡിസൈനൊക്കെ ആ ഒരു ഡിസൈനൊക്കെ ആയിരിക്കും എന്തായാലും വരുന്നത്. അതിലൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. സ്പെസിഫിക്കേഷൻ വൈസ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാലായി എന്നേ ഉള്ളൂ. പിന്നീട് നത്തിങ്ങിൻ്റെ ഫോൺസ് എപ്പോഴാണ് വരുന്നത്, ഒരുപാട് കമൻറ്റ്സ് ഡേ ബൈ ഡേ ആയിട്ട് വരുന്നുണ്ട്. നത്തിങ്ങിൻ്റെ 2 ഫോൺസ് എന്തായാലും ഈ ഒരു അടുത്ത മാസം ലോഞ്ച് ചെയ്യും. കാരണം അതിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്ററൊക്കെ തന്നെ നത്തിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഫോണിൻ്റെ പോസ്റ്ററിലല്ലാതെ ഒരു വേറൊരു തരത്തിലുള്ള പോസ്റ്ററാണ് വന്നത്, പക്ഷേ വരും, ഒരു അപ്ഡേറ്റ് എന്തായാലും വരുന്നുണ്ട്. നത്തിങ് ഫോൺ 3Aയും 3A+ ആണ് വരുന്നത്. 3A+ലും സ്നാപ്ഡ്രാഗൻ്റെ 7s Gen 3 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. 2 ഫോണും സെയിം തന്നെയാണ്. 3Aയിലൊരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. 3A+ലാണെങ്കിൽ ഒരു പെരിസ്കോപ്പിക് സൂം ലെൻസും വരുന്നൊക്കെ കേൾക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അറിയത്തില്ല. ഡിസൈൻ വൈസും ഒരു വെറൈറ്റി ഡിസൈനാണ് നത്തിങ് ഫോണിൽ എപ്പോഴും കാണാറ്. അപ്പം ഒരു വെറൈറ്റി ഡിസൈൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോൺ ഒരു ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മാർച്ച് അതിൻ്റെ അകത്ത് എന്തായാലും ലോഞ്ച് ചെയ്യും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫെബ്രുവരിയിൽ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ഒരു ലോഞ്ച് ഇവൻറ്റ് എന്ന് പറഞ്ഞത്. പിന്നീട് റിയൽമിയുടെ GT70 ഇതും ചൈനയിൽ ലോഞ്ച് ചെയ്ത മോഡലാണ്. അപ്പം ഈ ഒരു മോഡലും ഇന്ത്യയിൽ വരാൻ ടൈമായി. ഈ ഒരു മാസം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസം അടുത്ത മാസം ഫെബ്രുവരി ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ചൈനയിൽ ലോഞ്ച് ചെയ്ത സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 120 Hzൻ്റെ ഒരു 1.5K റെസൊല്യൂഷനുള്ള AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, IP69 റേറ്റിംഗ് വരുന്നുണ്ട്, Dimensity 9300 ചിപ്സെറ്റ് വരുന്നുണ്ട്, 50 MB ക്യാമറ, 7000 mAh ബാറ്ററി ആയിരുന്നു. അങ്ങനെ ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ബാറ്ററിയുടെ കാര്യത്തിൽ കുറവുണ്ടാവും. ഒരു 6500 അത് എത്രയാണെന്നുള്ള നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, എത്ര വേണമെങ്കിലും വരാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും 7000 mAh എന്തായാലും ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് ഓൾമോസ്റ്റ് ബാക്കിയുള്ള ഫോൺസൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന സമയത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ബാറ്ററിയുടെ സൈസൊക്കെ കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും 7000 ഉണ്ടാവില്ല, ഒരു 6500 ആ റേഞ്ച് എന്തായാലും ബാറ്ററി ഉണ്ടാവും. അതുപോലെ തന്നെ വിവോയുടെ V50 സീരീസും വരാൻ ടൈമായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വിവോ V40 സീരീസ് ഇപ്പോഴല്ലേ ലോഞ്ച് ചെയ്തെന്നുള്ളത്. അത്ര ആയിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ടുള്ള 5-6 മാസം കൂടുന്തോറാണ് ഈ പറയുന്ന സീരീസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ടൈം എന്തായാലും ആയി. അപ്പോൾ V50 സീരീസിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു 120 Hzൻ്റെ ഒരു 1.5K റെസൊല്യൂഷനിൽ AMOLED ഡിസ്പ്ലേ എന്തായാലും ഉണ്ടാവും, 6000 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരും. V50ലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 7s Gen 3 ചിപ്സെറ്റ് ഉണ്ടാവും.
15 പ്രോയിലാണെങ്കിൽ ഡിമെൻസിറ്റി 9300 ചിപ്സെറ്റ് ആ ഒരു ഫോണിലുണ്ടാവും. ഡിസൈൻ വൈസ് ഒന്നും അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റേ പഴയ ഡിസൈനൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോൺ എന്തായാലും അടുത്ത മാസം തന്നെ എന്തായാലും ലോഞ്ച് ആവും. പിന്നീട് ഓപ്പോയുടെ ഫൈൻഡ് N5 എന്ന് പറഞ്ഞൊരു ഫോൾഡബിൾ ഫോൺ കൂടെ വരുന്നുണ്ട്. അതായത് ഏറ്റവും തിക്നെസ് കുറഞ്ഞൊരു മോഡലാണ്. അത് രണ്ട് കോയിൻ വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് തിക്നെസ്, അത്ര പോലും തിക്നെസ് വരുന്നില്ല. ഏകദേശം ഒരു 4 mm തിക്നെസ് മാത്രമേ ഈ പറഞ്ഞ ഫോൾഡബിൾ ഫോൺ വരുന്നുള്ളൂ. സോ അത്രക്കും തിക്നെസ് കുറഞ്ഞ മോഡലാടേ. ഈ ഒരു ഫോണിൻ്റെ ഒരു ഓവർ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 ചിപ്സെറ്റാണ് വരുന്നത്. IPX9 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 7.56 ഇഞ്ചിൻ്റെ ഒരു മെയിൻ സ്ക്രീനാണ് ഈ ഒരു ഫോൾഡബിൾ ഫോണിന് വരുന്നത്. 50 MB ട്രിപ്പിൾ ക്യാമറ ഒക്കെ തന്നെ റിയറിൽ വരുന്നുണ്ട്. സോ ഈ ഒരു ഫോൺ എന്തായാലും അടുത്ത മാസം ലോഞ്ച് ആവും, കൺഫേംഡ് ആണ്. കാരണം അതിൻ്റെ ലീക്സ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഇത് കൺഫേം ചെയ്തിട്ടുണ്ട് ഓപ്പോയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു എന്താ പറയുക ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ കൂടി അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫോൺസാണ് മെയിനായിട്ട് അടുത്ത മാസം ലോഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ബഡ്ജറ്റ് റേഞ്ച് ഫോൺസ് അതും ആ ഒരു ടൈം പീരീഡ് ആകുമ്പോൾ ഒരു 1 വീക്കിന് മുമ്പേ ഒക്കെ തന്നെ അവർ കൺഫേം ചെയ്യും ഏതൊക്കെ മോഡലാണ് വരുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് ഫോൺസ് മോട്ടോറോളയുടെ ഭാഗത്തു നിന്നും റിയൽമിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ വേറെ എല്ലാ ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു അടുത്ത സമയമാകുമ്പോൾ മാത്രമേ കൺഫേം ആവുള്ളൂ. ബട്ട് മെയിനായിട്ട് വരുന്ന ഒരു സീരീസ് എന്നൊക്കെ പറഞ്ഞ് ഈ ഫോൺസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ഫോണാണ് വെയിറ്റ് ചെയ്യുന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രം അബിൻ സൈനിങ് ഓഫ്. ബൈ.